പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി സങ്കീർത്തനം 50 അധ്യായം 22 വാക്യം വായിക്കാം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കിരിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. 50 സങ്കീർത്തനം ആസാഫിന്റെ സങ്കീർത്തനമാണ്. ദാവീദിന്റെ സദസ്സില് സംഗീത പ്രമാണിയായിരുന്ന ആസാഫ് എഴുതിയ സങ്കീർത്തനമാണ് 50 സങ്കീർത്തനം. 42 സങ്കീർത്തനം മുതൽ 49 സങ്കീർത്തനം വരെ കോരകപുത്രന്മാര് എഴുതിയ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ കോരക് ദൈവത്തെ മറന്ന് അവൻ ജീവിച്ച ആ കാലഘട്ടത്ത് കോരഹിന്റെ പുത്രന്മാര് പിതാവിന്റെയും മാതാവിന്റെയും ഭാഗത്ത് നിൽക്കാതെ അവര് ദൈവത്തിന്റെ ഭാഗത്തേക്ക് അവര് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് അവര് എഴുതിയ ആ സങ്കീർത്തനമാണ്. അവരുടെ അപ്പനും അമ്മയും ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ മറന്നു കളഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം നമ്മളെ കീഴ്ക്കളയുന്ന ഒരു ദിവസമുണ്ടെന്ന് കോരകപുത്രന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സംഖ്യാപുസ്തകം 16 വാക്യത്തിൽ, എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വാവിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിൽ ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. മോശ പറയുകയാണ്, ഭൂമി വാവിളർന്ന് കോരകിനെയും നാഥാൻ അബിരാം എന്നിവരെ വിഴുങ്ങിക്കളയും. അങ്ങനെ ഒരു അപൂർവ കാര്യം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അവിടെ കീഴേ ഭൂമി പിളർന്നു, ഭൂമി പിളർന്നു അവരെയും അവരുടെ കുടുംബത്തെയും കോരകനോട് ചേർന്നുള്ള എല്ലാവരുടെയും അവരുടെ സർവ്വ സമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. കോരകനെയും അവന്റെ കൂടെ നിന്ന അവർ സർവ്വ സമ്പത്തിനെയും ഹല്ലേലൂയ വിഴുങ്ങിക്കളയുകയാണ്. അവര് മോശയ്ക്കും അഹ്റോനും എതിരായി കോരക് മോശയ്ക്കും അഹ്റോനും വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് കൂട്ടിവരുത്തി. അപ്പോൾ യഹോവ സർവ്വസഭയ്ക്കും പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ കോരക് മോശയ്ക്കും അഹ്റോനും എതിരായി, ദൈവദാസനെതിരായി, ദൈവത്തിന്റെ അഭിഷിക്തനെതിരായി, ദൈവവചനത്തിനെതിരായി അവൻ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വീഴുകയാണ്. അവൻ ദൈവത്തെ മറന്നു കളയുകയാണ്. ഹല്ലേലൂയ. കോരക് ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ കോരകനോട് ചേർന്ന് കോരകന്റെ പുത്രന്മാർ നിന്നില്ല. കോരകന്റെ പുത്രന്മാർ മോശ പറയുകയാണ്, ദൈവത്തിന്റെ ഭാഗത്തുള്ളവർ മാറി നിൽക്കുക, അവനും അവന്റെ സമ്പത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക. ഇപ്പോൾ ദൈവം ഒരു അപൂർവ കാര്യം നടത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കോരകന്റെ പുത്രന്മാർ കോരകനോട് ചേർന്ന് നിന്നില്ല. കോരകന്റെ ഭാര്യ അവരോട് ചേർന്ന് നിന്നു. പക്ഷേ ഭൂമി പിളർന്നു, അവരെ വിഴുങ്ങി, അവരെ ജീവനോടെ പാതാളത്തിലേക്ക് പോയി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവർ ദൈവത്തെ മറന്ന് നമ്മൾ ഈ ലോകയാത്രയിൽ ജീവിച്ചാൽ ദൈവം നമ്മെ കീഴ്ക്കളയുന്ന ഒരു ദിവസമുണ്ട്. അതിനെ വിടുവിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് ആസാഫ് ഹല്ലേലൂയ കോരകപുത്രന്മാരുടെ സങ്കീർത്തനം വായിച്ചിട്ട് ഹല്ലേലൂയ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ദൈവത്തെ മറന്നു ജീവിച്ചാൽ ഹല്ലേലൂയ ദൈവം നിങ്ങളെ കീഴ്ക്കളയും. അങ്ങനെ നിങ്ങളെ കീഴ്ക്കളഞ്ഞാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കില്ല എന്ന് കോരകപുത്രന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദാവീദിന്റെ ജീവിതത്തേക്ക് വന്നാൽ, ദാവീദ് ആട്ടിടയനായിരുന്ന ദാവീദ് വനാന്തരത്തിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന ദാവീദിനെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ വനാന്തരത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദാവീദിനെ ദൈവം കാണുകയാണ്. അവനെ പൊക്കിയെടുത്തു കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ 2ാമത് രാജാവായി അഭിഷേകം ചെയ്തു. പക്ഷേ അവൻ രാജാവായി വാണിരുന്ന കാലത്ത് ഹല്ലേലൂയ അവന് ശലോമോന്റെ അമ്മയെ ഹല്ലേലൂയ ഭാര്യയായി സ്വന്തമാക്കി. ഊരിയാവിനെ കൊന്നു, ഊരിയാവിന്റെ ഭാര്യയെ അവൻ സ്വന്തമാക്കുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൈവത്തെ അവൻ അവിടെ മറന്നു കളയുകയാണ്. ദാവീദ് തന്റെ ജീവിതയാത്രയില് ഹല്ലേലൂയ ദൈവത്തെ അവിടെ ഊരിയാവിനെ കൊന്നു, ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയപ്പോൾ അവൻ പാപം ചെയ്തു, അവൻ ദൈവത്തെ മറന്നു കളഞ്ഞു. ദൈവം അവനെ അടിച്ചു. ഹല്ലേലൂയ. ദാവീദിന്റെ 4 മക്കൾ
മരിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ശലോമോന്റെ അമ്മയിലുണ്ടായ ഹല്ലേലൂയ ബത്ശേബയിലുണ്ടായ കുട്ടി മരിച്ചുപോയി, അമ്നോൻ മരിച്ചുപോയി, അബ്സലോം മരിച്ചുപോയി, അദോനിയാവ് മരിച്ചുപോയി. അങ്ങനെ 4 മക്കൾ ദാവീദിനെ മരിച്ചു വീഴുകയാണ്. 51 സങ്കീർത്തനത്തിൽ അവൻ ദൈവഭാഗത്തേക്ക് തിരിഞ്ഞു വരികയാണ്. ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. അവൻ തിരിഞ്ഞു വന്നപ്പോൾ അവനെ ചേർത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, ശൗലിന്റെ ജീവിതയാത്രയിൽ ശൗലിനെ അപ്പന്റെ കഴുതി അന്വേഷിച്ചു പോയ ശൗലിനെ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു. അവര് അമ്മോന്യരോട് യുദ്ധം ചെയ്തപ്പോൾ പറയുകയാണ്, എല്ലാത്തിനെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായത് ആടുകളെയും കാളകളെയും ഒക്കെ അവൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ശൗൽ പ്രവാചകൻ അവനോട് ചോദിക്കുകയാണ്, ഈ ആടുകളുടെ ഈ മുഴക്കം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഈ ശബ്ദം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, നിന്റെ ദൈവത്തിന് ആരാധന കഴിക്കുവാൻ വ്യക്തമായതിനെ ഞാൻ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അവിടെ അവൻ വീഴുകയാണ്. അവൻ പറയുകയാണ്, നിന്റെ ദൈവം ഇതുവരെയും എന്റെ ദൈവമായിരുന്നു. ശൗൽ രാജാവിന് ഇപ്പോഴവന് ദൈവത്തെ അനുസരിക്കാതെ ദൈവം എല്ലാത്തിനെയും നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞിട്ട് അവയിൽ വ്യക്തമായത് അവൻ കൊണ്ടുവന്ന ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ അവൻ ശൗൽ പ്രവാചകനോട് പറയുകയാണ്, നിന്റെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ ഞാൻ മേത്വരമായത് കൊണ്ടുവരികയാണ്. അങ്ങനെ ശൗലിനെ ദൈവം രാജ്യസന്നദ്ധയിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. ഹല്ലേലൂയ. അവനെ ദൈവം കീഴ്ക്കളയുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദൈവമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ കീഴ്ക്കളയുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. 50-ാം സങ്കീർത്തനത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, ആസാഫ് എഴുതിയപ്പോൾ ആസാഫ് പറയുകയാണ്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയാണ്. ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളെയും നിങ്ങൾ ഈ പാപത്തിന്റെ വഴികൾ വിട്ട് എന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു വരുവാനെന്ന് മുഴുവൻ ജനങ്ങളെയും ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം സിയോനിൽ നിന്ന് പ്രകാശിച്ച് സിയോനിൽ നിന്ന് നമ്മെ വിളിക്കുകയാണ്. തന്റെ ജനത എന്തിനാണ് വിളിക്കുന്നത്? തന്റെ ജനത ന്യായം വിധിക്കേണ്ടതിന് മേൽന്ന് ആകാശത്തെ വിളിക്കുന്നു, ഭൂമിയെ വിളിക്കുന്നു. ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മൾക്ക് ന്യായവിധിയുണ്ടെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മോട് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൂട്ടിനുമേ ഞാൻ എടുക്കില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളെ 1000 ജന്തുക്കളും എനിക്കുള്ളതായിരുന്നു. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നിന്ന് ഈ കാളയെയോ കാട്ടിലെ മൃഗങ്ങളെയോ ഒന്നും ഞാൻ എടുക്കുകയില്ല. കാരണം അതെല്ലാം എന്റേതാണ്. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ. എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂതലവും അതിന്റെ നിറവും എന്റേതത്രേ. യഹോവയായ ദൈവം പറയുകയാണ്, ഭൂതലവും അതിന്റെ നിറവും എന്റേതാണ്. ഞാൻ കാളയുടെ മാംസം തിന്നുമോ കോലാട്ടയുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്വോത്രയാഗം ഒഴിപ്പിക്കുക, അത്യുന്നതന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്തിന് വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാ ദുഷ്ടനോട് ദൈവം പറയുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ വചനത്തെ ഉന്നെ വായിലെടുപ്പാനും നിനക്കെന്തു കാര്യമെന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മള് ദൈവത്തെ മറന്ന് ഹല്ലേലൂയ എന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ വചനങ്ങളെ പ്രകലെറിഞ്ഞു കളഞ്ഞ് വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. ഹല്ലേലൂയ. നിന്റെ അമ്മയുടെ മകനെ പറ്റി ഹല്ലേലൂയ നീ അപവാദം പറയുന്നു. നീ എല്ലാം ഇത് ചെയ്ത് നീ മിണ്ടാതിരുന്നാൽ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ നിരൂപിക്കും. നീ ദൈവത്തെ മറക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ കീഴ്ക്കളയും. വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. സ്വോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് ആസാഫ് പറഞ്ഞ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. 50-ാം സങ്കീർത്തനം 22-ാം വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തോളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീഴ്ക്കളയും. വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ആസാഫ് ദാവീദിന്റെ സദസ്സിൽ ഗായക സംഘത്തില് പ്രധാനിയായിരുന്ന ആസാഫ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ആസാഫ് പറയുകയാണ്, കോരഹപുത്രന്മാരുടെ അനുഭവം ആസാഫിനുണ്ട്. കോരഹ് ജീവനോടെ പാതാളത്തിലേക്ക് പോയ കാര്യം ആസാഫിനറിയാം. ഹല്ലേലൂയ. ശൗൽ രാജാവിന്റെ കാര്യം അറിയാം. അങ്ങനെ ഓരോരുത്തരുടെയും കാര്യം മനസ്സിലാക്കിയിട്ട് ആസാഫ് എഴുതുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ദൈവം നമ്മളെ കീഴ്ക്കളയും. അപ്പോൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ ആർക്കും കഴിയില്ല. അവൻ പ്രവർത്തിക്കും. ആര് തടുക്കും? ആകാശവും ഭൂമിയെയും ഉളവാക്കിയ ദൈവം, അവന്റെ കരങ്ങളിലേക്ക് നമ്മൾ വീഴാതെ സൂക്ഷിക്കണം. ദൈവത്തിന് പ്രസാദമായത് ചെയ്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി
ജീവിക്കണമെന്ന് ആസാഫ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.